ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ആനന്ദിക്കാം, നമുക്കാനന്ദിക്കാം, തിരുനാമ സങ്കീർത്തനം പാടി നിത്യം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിലീശ്വരൻ വാസമുണ്ട്. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിലീശ്വരൻ വാസമുണ്ട്. ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം. ആനന്ദിക്കാം നമ്മുടെ സന്യാസ സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സത്യവ്രത സ്വാമിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ളതും, രണ്ടാമത്തേത് നമ്മുടെ സന്തോഷ് ഡോക്ടറുടെയും ബിജു ഡോക്ടറുടെയും ബിന്ദുവിൻ്റെയും ഒക്കെ മാതാവ് കടന്നുപോയതിൻ്റെ ആ ആത്മാവിന് വേണ്ടിയുള്ള ശാന്തിക്ക് വേണ്ടിയുള്ള നേർച്ച സ്വീകരണവുമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സത്യവ്രത സ്വാമിയുടെ നിലവിളക്ക് സ്വീകരിക്കുകയാണ്. സത്യവ്രത സ്വാമി നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ആളാണ്. സർവശക്തിയുടെ കാരുണ്യത്താൽ ഈ സന്നിധാനത്തിലെത്തുകയും തിരിച്ചുവരവ് കാണുവാനും ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാനും ഇടയായ
ഒരു ജന്മമാണ്. ഗുരുപ്രസാദ് ഗുരുദേവൻ്റെ ആ വാഴ്ച ആരംഭകാലത്തു തന്നെ സന്യാസ സംഘത്തിലേക്ക് ചേർക്കപ്പെടുകയും സ്തുത്യർഹമായ സേവനങ്ങളിലൂടെ ഈ ആദർശത്തെ ലോകരംഗത്തേക്ക് പ്രവർത്തിപ്പിക്കുകയും ചെയ്ത ഒരു മഹാത്മാവാണ്. വളരെ കാലമായി രോഗാവസ്ഥയിലായിരുന്നുവെങ്കിലും പല കാര്യങ്ങളിലും ഉൾപ്പെട്ട് നിന്ന് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ സന്നിധാനത്തിൽ വിശ്രമത്തിലായിരുന്നുവെങ്കിലും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊക്കെ വളരെ ക്ഷീണിതമായ അവസ്ഥയിലും വന്ന് ബന്ധപ്പെടുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പൂരം ജന്മനക്ഷത്രത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ സമയത്ത് ആശ്രമത്തിൽ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമി എങ്ങനെ പോകും? ഒരാളിൻ്റെ സഹായമില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ, അമ്പറ്റി അനുവദിക്കണമെന്ന് പറഞ്ഞു. ശരി, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഘോഷയാത്രയ്ക്ക് പോയി. വണ്ടിയിലിരുന്ന് അതെല്ലാം കണ്ടു. എല്ലാം സന്തോഷമായി ഇവിടെ വന്നു. ആ പ്രാർത്ഥന സമർപ്പിക്കുന്നവരെ ഈ വേദിയിൽ തന്നെ ഇരുന്നു. എല്ലാം വളരെ സന്തോഷമായിട്ട് ആഴ്ചയിൽ 2-3 വട്ടം ഡയാലിസിസൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നതെങ്കിലും നല്ല ഉന്മേഷവാനായി തന്നെ സ്വാമി ഇവിടെ വിശ്രമാവസ്ഥയിലായിരുന്നു. സർവശക്തിയുടെ തീരുമാനമാണ്. ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ അനന്തര കർമ്മങ്ങളാണ് ഈ 41 ദിവസമായി നമ്മൾ നടത്തിയത്. ഇപ്പോൾ ബന്ധുമിത്രാദികളും സന്യാസ പരമ്പരകളും അന്തേവാസികളും ചേർന്ന് ഒരു നിലവിളക്ക് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ വിവിധ ശാഖാശ്രമങ്ങളിൽ സ്വാമി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഈ സന്നിധാനത്തിൽ എത്തി നിൽക്കുന്നത് പോത്തുംകണ്ടം പ്രദേശത്തുള്ള ആളുകളാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഒരു നേർച്ച ഈ നിലവിളക്കിനുള്ളിലുണ്ട്. സ്വാമിയുടെ ആത്മാവിനെ ജഗദീശ്വരൻ സ്വീകരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറുടെ അമ്മയെയും സർവശക്തിയുടെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തി തരിക ദേവാ, 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 ശാന്തി ദേവാ. അറിവിൻ്റെ പൂർണ്ണരൂപ അഖിലേശ്വര, അറിവിൻ്റെ പൂർണ്ണരൂപ അഖിലേശ്വര, അറിവിൻ്റെ പൂർണ്ണരൂപ അഖിലേശ്വര, അഖിലാണ്ട സൃഷ്ടി ചെയ്തു സൃഷ്ടിക്കുള്ളിൽ വസിക്കുന്ന, 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 അറിവിൻ്റെ പൂർണ്ണരൂപ അഖിലേശ്വര, അറിവിൻ്റെ പൂർണ്ണരൂപ അഖിലേശ്വര, അനന്തകോടിയായി വാഴും മനുജന്മമെടുത്തത്, അനന്തകോടിയായി വാഴും മനുജന്മമെടുത്തത്, അനന്തകോടിയായി വാഴും മനുജന്മമെടുത്തത്, അനന്തകോടിയായി വാഴും മനുജന്മമെടുത്തത്, പരമാത്മസ്വരൂപനു സുഖിച്ചു രമിച്ചു വാഴാൻ,
അഖിലേശ്വര സത്യധർമാദികളിൽ കൂടി മർത്യകുല രക്ഷ ചെയ്യുവാൻ അവതാരമായി വന്ന ശുഭാനന്ദ ഗുരുവിൻ്റെ ശിഷ്യ സന്താനങ്ങളായി തീരുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമന സന്താനങ്ങളെ ഈ ഞായറാഴ്ച ദിനത്തിൽ ഇത്രയും ബഹുജനങ്ങളെ ഒന്നിച്ച് വീണ്ടും ഒന്നുകൂടി കാണുവാൻ അവസരമൊരുക്കിയ മഹാശക്തിയെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞാൻ മുൻപേ അറിയിച്ചതുപോലെ നമ്മുടെ സത്യവ്രത സ്വാമിയുടെയും സന്തോഷ് ഡോക്ടറുടെയൊക്കെ അമ്മയുടെയും 41 പ്രാർത്ഥന കൂടിയാണ് ഇതോടൊപ്പം നടത്തുന്നത്. അതുപോലെ നമ്മുടെ പോത്തങ്കണ്ടത്തിലുള്ള ബിജു ഭക്തൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കൂടി ഓർമ്മയാണ് 41. ഇതെല്ലാം സർവശക്തി ഈ വിധത്തിൽ ഒരു നിയമം ലോകത്തിൽ പാസ്സാക്കിയിരിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താണ് ഇപ്പോൾ ഓരോ ആത്മാക്കളെ ഓരോ സ്ഥലത്ത് കൊണ്ട് കുടിയിരുത്തുന്നു. അവരതിൽ വിശ്വസിക്കുന്നു. പക്ഷേ പലപ്പോഴും അതൊന്നും കുടിയിരിക്കുന്നില്ല. വീണ്ടും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ ഭവനങ്ങളിൽ രോഗങ്ങളായും ദുഃഖങ്ങളായും പഠനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് മന്ദതയായും ഒക്കെ അനുഭവമാകുമ്പോൾ വീണ്ടും പോകും ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്. അപ്പോൾ അവർ പറയും അച്ഛൻ ഇരുന്നില്ല, അല്ലെ അമ്മ ഇരുന്നില്ല, പല വിധത്തിലുള്ള പോരായ്മകൾ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉപാധികളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി വീണ്ടും ഹോമങ്ങളും അതിൻ്റെ പ്രതിക്രിയകളും ഒക്കെ നടത്തും. പക്ഷെ വീണ്ടും ഫലം ഇത് തന്നെ, പ്രയോജനമില്ല. ഇങ്ങനെ പല വഴിക്ക് സഞ്ചരിച്ച് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ വസ്തു വരെ എഴുതി വിറ്റ് ഇങ്ങനെ ദുഃഖിതരായി നിൽക്കുന്ന അവസരത്തിലായിരിക്കും ശുഭാനന്ദാശ്രമത്തിലെ ആരെയെങ്കിലും കണ്ടുമുട്ടുന്നത്. എന്താ ആകപ്പാടൊരു ദുഃഖമാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന വിധത്തിലൊക്കെയാണ്, ഞങ്ങൾ ദുഃഖിതരാണ്. ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ ഗുരുനാഥൻ്റെ അടുത്തൊന്ന് വാ, അവിടെ വന്ന് കാര്യം പറ, ഇതിനൊക്കെ പരിഹാരം അവിടെ ഉണ്ട്. ആദ്യം ഒരു അവിശ്വാസമാണ്. കാരണം ഇത്രയും ലക്ഷം ചിലവാക്കിയിട്ട് വീണ്ടും ഒരു പുതിയ സ്ഥാനത്തേക്ക് പോയാൽ വീണ്ടും എത്ര രൂപ ചിലവാക്കേണ്ടി വരും. അതാണ് ആദ്യത്തെ ഭയം. പിന്നത്തെ ഭയം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും തീരാത്ത കാര്യം ഒരു ആശ്രമത്തിൽ ചെന്നാൽ തീരുമോ എന്നുള്ളതാണ് അടുത്ത സന്ദേഹം. ഇങ്ങനെ പലവിധ സംശയങ്ങളുമായി ഈ ദുഃഖത്തിൻ്റെ മൂർധന്യതയിലായതുകൊണ്ട് ഈ അഭിപ്രായത്തെ സ്വീകരിച്ച് ഇയാൾ ഇവിടെ എത്തും. അപ്പോഴാണ് പറയുന്നത്, ഒരു നിലവിളക്ക് വാങ്ങിച്ചു വെച്ചാൽ ആ ആളിൻ്റെ നാമത്തിൽ ഒരു നിലവിളക്ക് വാങ്ങിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? ആളങ്ങോട്ട് പോയി. ഈ ആത്മാവ് എവിടെ പോയി? അവിടെ നിന്ന് ഉയർച്ചയിലേക്ക് എത്തുകയാണ്. സർവ്വ ഐശ്വര്യവും ആ ഭവനത്തിലേക്ക് ഈശ്വരൻ തിരികെ കൊടുക്കുകയാണ്. അങ്ങനെ നിസ്സാരമായ ഒരു കർമ്മത്തിലൂടെ ഈ വിധത്തിൽ ആത്മാവിനെ സ്വീകരിച്ച് കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, ആത്മാക്കളെ രക്ഷിക്കുവാൻ, ജീവിച്ചിരിക്കുന്ന പരമ്പരകളെ സംശുദ്ധരായി നിലനിർത്തുവാൻ കഴിവുള്ള ആത്മരക്ഷകൻ്റെ മുന്നിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ എത്ര ഭാഗ്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ദൈവം തൻ്റെ തിരുനാവ് കൊണ്ട് അരുളി ചെയ്യുന്ന നിയമങ്ങളുടെ കാഠിന്യവും അതിൻ്റെ ബലവുമാണ് ഈ വിധത്തിൽ ഇത് അനുഭവമാകുന്നത്. ശുഭാനന്ദാശ്രമ വിശ്വാസികൾ പിന്നെ ജ്യോത്സ്യന്മാരുടെ അടുത്തോ കണക്ക് നോക്കുന്നവരുടെ അടുത്തോ പോകേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെയുള്ള നിർബന്ധങ്ങളുണ്ട്. ആശ്രമത്തിൽ വന്ന് ഈ സുഖവും സൗഭാഗ്യമൊക്കെ ഉണ്ടായാലും ചില ആളുകൾ, മുതിർന്ന ആളുകൾ തന്നെ ചില ആളുകളോട് നിർദ്ദേശിച്ചു കൊടുക്കും, എന്തോ ഒരു കുഴപ്പമുണ്ട്, അന്ധകാരം ഇങ്ങനെ മുറ്റി നിൽക്കുക, ഒരു ജ്യോത്സ്യരുടെ അടുത്ത് പോയി നോക്കും. അപ്പോൾ അവർ പറയുമോ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലേ, ഭഗവാന്റെ അടുത്ത് പോയതിനു ശേഷം ഇവിടെ സന്തോഷമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. നിങ്ങൾ പോയി നോക്കുമ്പോൾ അറിയാം വല്ല കാര്യമുണ്ടോ, ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ചില ആളുകളുണ്ട് ഇതിനകത്ത് കറങ്ങുന്നത്. നിങ്ങൾ ഈ ഇരിക്കുന്നവരല്ല, അങ്ങനെയൊക്കെ ചില ആളുകളുണ്ടെന്ന് പറയുക. ഈ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് ശുഭാനന്ദാദർശ വിശ്വാസികൾ പോകാൻ പാടില്ല. ഇതെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീർക്കാനുള്ള വഴി രോഗശാന്തിയും ഭൂതശാന്തിയും പാപശാന്തിയും ശാന്തി സ്വരൂപനാകുന്ന ഗുരുവിലുണ്ട്. പക്ഷേ അതിന് ചില നിയമവഴികളുണ്ട്. ആ നിയമത്തിൽ കൂടി ആശ്രയിക്കണം. ആ നിയമത്തിൽ കൂടി ആശ്രയിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സാധിക്കുകയില്ല. ചാടിക്കയറി ഇങ്ങോട്ട് വന്നേച്ച് നന്നേരം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്ഥലമല്ല. ആശ്രയിച്ചിടുക ആശ്വാസരൂപനെ, ആശിക്കും നന്മകൾ ദാനം ചെയ്യും. ആശ്രയിച്ചിടുക ആശ്വാസരൂപനെ,
നിയമത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്കു ശാന്തി കൃത്യമായി നൽകുന്നു ആത്മാനാഥൻ. നിയമത്തിൽ നിയമത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്കു ശാന്തി കൃത്യമായി നൽകുന്നു ആത്മാനാഥൻ. രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയതും നൽകിയിടുന്നു. രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയതും നൽകിയിടുന്നു. രോഗശാന്തിയതും ഭൂതശാന്തിയതും പാപശാന്തിയതും നൽകിയിടുന്നു. ഉന്നതനാകുന്ന ഗുരുവിനെ ആശ്രയിക്കേണ്ട പോലെ ആശ്രയിച്ചാൽ സർവശാന്തി തൻ്റെ ഹൃദയത്തിലുണ്ട്. അത് അനുഭവമാകും. ആ വിധത്തിൽ അനുഭവമാക്കുവാനാണ് പരിശീലിക്കേണ്ടത്. നമ്മൾ കുറേ കൊട്ടും ഘോഷങ്ങളും നടത്തിയത് കൊണ്ട് നിയമമാവുകയില്ല. അവരവരുടെ ജീവിതമാണ് അവരവരുടെ നിയമം. നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടമായി വരണം. അപ്പോഴാണ് ആ നിയമം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നത്. ഒന്നോ രണ്ടോ നിയമം പാലിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണവനാകുന്നില്ല. പൊതുരംഗത്ത് നമ്മൾ നടത്തുന്ന ഈ വിധത്തിലുള്ള ആരാധനകളോ ഉത്സവങ്ങളോ വാർഷികങ്ങളോ ഒക്കെ നടത്തുമ്പോൾ അതിലെല്ലാം സജീവമായി പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാൾ നിയമപാലനം ചെയ്യുന്ന ആളാണെന്ന് ഒരിക്കലും ആരും ധരിക്കരുത്. അങ്ങനെയല്ല. വ്യക്തിപരമായി ഓരോരുത്തരും പരിശുദ്ധരായിത്തീരണം. അപ്പോഴാണ് നിയമം ആ ആളിൽ പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുന്നത്. അതിലേറ്റവും പ്രധാനം ചിന്തയാണ്. അത് കഴിഞ്ഞാൽ വാക്ക്, അത് കഴിഞ്ഞാൽ കർമ്മം. ഇത് മൂന്നും പരിശുദ്ധമായെങ്കിലേ അതിനടുത്ത പടികളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെയും കിടക്കുകയാണ് പടികൾ. അങ്ങനെ പടി 6 കഴിഞ്ഞ് ആ നാമസങ്കീർത്തന രൂപത്തിൽ എത്തിച്ചേരണം. അതിനാണ് ഈ ജന്മം തന്നിരിക്കുന്നത്. ഈ മഹാഭാഗ്യത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ആ വിധത്തിൽ ജീവിതം ചെയ്യുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. മുൻപേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ കുവൈറ്റിലെ സർവജ്ഞാനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ അടുത്ത സമയത്ത് വലിയൊരു അപകടമുണ്ടായി. 10-50 പരം ആളുകൾ മരിക്കാനിടയായ ഒരു അഗ്നി സ്ഫോടനം പോലൊരു ഒരു കെട്ടിടം മുഴുവൻ അങ്ങ് തീ പിടിച്ചു പോയി. എങ്ങനെയാണ് അതുണ്ടായതെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ കുറേ സാധുക്കൾ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക സ്ഥലമായിരുന്നു. അപ്പം അതേ തുടർന്ന് അവിടെ കർശന നിയമങ്ങൾ വന്നു. താഴത്തെ നിലയിലൊന്നും ഒരു പരിപാടികളും നടത്തരുതെന്നും സാധന സാമഗ്രികൾ സൂക്ഷിക്കരുതെന്നും ഒക്കെയുള്ള നിയമങ്ങൾ വന്നു. നമ്മുടെ പല സാധനങ്ങളോടൊന്ന് അഴിച്ചു മാറ്റേണ്ടി വന്നു. നമ്മുടെ ആരാധനാലയം താഴത്തെ നിലയിലായിരുന്നു. അപ്പം അതൊക്കെ അഴിച്ചു മാറ്റേണ്ടി വന്നു. അവരെല്ലാം വിഷമിച്ചു. 7-ാം തീയതി ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ, എങ്ങനെയാണ്? കഴിഞ്ഞ 4-ാം തീയതി വൈകുന്നേരം സർക്കാർ വീണ്ടും ഒരു നിയമം പ്രഖ്യാപിച്ചു. താഴത്തെ നിലയിൽ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. ഇപ്പോൾ ഒരു ചെറിയ അയവ് വന്നു. അപ്പോൾ അവരെല്ലാം കൊണ്ടുവന്ന് വെച്ചു, എല്ലാം ഒരുക്കി, എല്ലാം സജ്ജമാക്കിയിരിക്കുകയാണ്. ഉന്നതമായ ആനന്ദോത്സവം ഇന്നത്തെ ദിവസം അവിടെ നടക്കുകയാണ്. അതിനുവേണ്ടി പലവിധ നേർച്ചകൾ ഇന്ന് പ്രഭാതം മുതലിവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈശ്വരൻ സ്വീകരിച്ചുകൊണ്ട് സർവശക്തിയും ദൂതന്മാരും ദേവീദേവന്മാരും അവിടേക്ക് എഴുന്നള്ളി എൻ്റെ സന്താനങ്ങളെ ആനന്ദിപ്പിക്കുവാനാകട്ടെ. കണ്ണുനീരോടെയാണ് കുറേ ദിവസങ്ങളായ എൻ്റെ സാധുക്കൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത്. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതനുഭവിക്കാൻ പറ്റാത്ത പാരതന്ത്ര്യം അവിടെ നിയമപ്രകാരം ഉണ്ടായി. അതിന് പരിഹാരമായി ദൈവം തന്നെ അഴിവുകളുണ്ടാക്കി. എങ്കിലും പേടിച്ച് ആണ് ഓരോന്നും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരുക്കാൻ സാധാരണ എല്ലാവരും കൂടി ഒത്തുചേരും. അപ്പോൾ അവിടെ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന പ്രശാന്ത് പറഞ്ഞു, എല്ലാവരും കൂടെ വരണ്ട, ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിൽ ഒരുക്കാം, കുറേശ്ശെ ആളുകൾ മതി. കാരണം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായ പിന്നെ നമുക്ക് നടത്താൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ രാവിലെ വന്നാൽ മതി, രാത്രി ഞങ്ങൾ 3-4 പേര് നിന്ന് അതങ്ങ് ഒരുക്കിക്കോളാം, നിങ്ങളൊന്നും പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 4-5 പേര് കൂടി അതെല്ലാം ഒരുക്കി. രാത്രി വളരെ മനോഹരമായി ഒരുക്കി. അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. വളരെ മനോഹരമായി. അത് വർണ്ണിച്ചാൽ പറ്റുകയില്ല. അതുപോലെയാണ് അവരത്
ഒരുക്കിയ നമ്മുടെ ഒരു രഥമൊക്കെ ഒരുക്കി അതേപോലെ വെച്ചിട്ടുണ്ട് അവിടെ. നമ്മളിപ്പം കൊണ്ടു നടന്ന രഥമുണ്ടല്ലോ, അതേ മാതൃകയിൽ ഒരു രഥവും നിർമ്മിച്ചു വെച്ചു. ശ്രീകോവിൽ മറ്റു കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഒരുക്കി അവരവിടെ കാത്തിരിക്കുകയാണ്. മഹാശക്തി അവിടേക്ക് എഴുന്നള്ളുമാറാകട്ടെ. എൻ്റെ സന്താനങ്ങളെല്ലാം വീണ്ടെടുക്കുമാറാകട്ടെ. ഉന്നതമായ വിധത്തിൽ ആരാധനയും ആനന്ദോത്സവവും അവിടെ നടത്തപ്പെടുമാറാകട്ടെ. ദൈവം കഴിവുള്ള ദൈവമാകുന്നു, എൻ്റെ ദൈവം തന്നാൽ കഴിവില്ലാത്തതായി ഒന്നുമില്ലല്ലോ. നമ്മുടെ ആരാധന ആരംഭിച്ച സമയത്ത് ഒരു ദുഃഖകരമായൊരു വാർത്ത പെട്ടെന്ന് കേൾക്കുവാനിടയായി. ഞാനത് പൊതുവായിട്ട് നിങ്ങളോട് പറഞ്ഞില്ല എങ്കിലും നമ്മൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചത് അതിനുവേണ്ടിയായിരുന്നു. കാരണം അനേക ദിവസങ്ങളായി കണ്ണുനീരോട് പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ നമ്മുടെ കുവൈറ്റിലെ പരിപാടികൾ ഒരുക്കപ്പെട്ടത്. അപ്പോൾ അവരുടെ അമിതമായ ശ്രമവും ആ ഉത്കണ്ഠയും ആകുലതകളും പലവിധത്തിലുള്ള പ്രയാസങ്ങളും ഒക്കെ ഉറക്കമൊഴിഞ്ഞും ഒക്കെ ആയിരിക്കും പല കാര്യങ്ങളും ഒരുക്കിയത്. അത് കാരണമായിരിക്കാം നമ്മുടെ അവിടെയുള്ള ഒരു കുഞ്ഞ്, ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണു. ഈ ദിവസം അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട എല്ലാവരും പ്രധാനപ്പെട്ടതാണ്. അതിലൊരാളാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അത് പെട്ടെന്നൊരു ദുഃഖത്തിനിടയാവും. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിപ്പോയാൽ ഈ ഒരുക്കിയ ഒരുക്കങ്ങളൊക്കെ വൃഥാവിലായി പോകും. അപ്പൊ അതിനാണ് നമ്മൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചത്. ആശുപത്രി വരെ പോയി പരിശോധനയൊക്കെ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. സന്തോഷമായി തിരികെ നമ്മുടെ ആരാധനാലയത്തിൽ എത്തിയിട്ടുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്നു, ഭക്തിയോടെ നമിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, ഭക്തിയോടെ നമിക്കുന്നു. കൈവിടാതെ കരുണയാൽ കാത്തുകൊള്ളണേ. ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും കൈവിടുകയില്ല എന്നുള്ള ഒരു സത്യമാണെന്നുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അരുമ കുഞ്ഞുങ്ങളെ, നിങ്ങള് കൈവിടാതെ ഭഗവത്പാദത്തിൽ ആശ്രയിച്ചു കൊള്ളുക. ആ ആശ്രയം എങ്ങനെ ആയിരിക്കണമെന്നാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഉപരിയായ എൻ്റെ ഗുരുവിനെ ആശ്രയിക്കാൻ എനിക്ക് കഴിയണം എന്ന ഒരു തീരുമാനം ഉണ്ടാകണം. ദുഃഖം വരുമ്പോൾ കണ്ണുനീരൊഴുക്കുന്നതല്ല. ഇപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞത് ദുഃഖം വന്നിട്ടല്ല, ആ സന്തോഷത്തിലാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, ആപത്ത് കൂടാതെ രക്ഷപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അതെനിക്ക് സന്തോഷമാണ്. അത് നിങ്ങളിലും സന്തോഷമായി ഭവിക്കണം. അപ്പോ നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ആ ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന അനുഭവങ്ങൾ ഗുരുവിനോട് കൂടുതൽ ബന്ധപ്പെടുവാനുള്ളതാണെന്നുള്ള സത്യം അറിഞ്ഞ് കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. അതാണ് ഞാൻ ആദ്യം കീർത്തിച്ച കീർത്തനവും അതിന്
അതിന് അനുബന്ധമായിട്ടുള്ളതായിരുന്നു. തിരുമേനി ആദ്യം കീർത്തിച്ച കീർത്തനം അതിന് അനുബന്ധമായിട്ടുള്ളതായിരുന്നു. ആ വിധത്തിൽ ആശ്രയിച്ചിടുക ആശ്വാസരൂപനെ, ആശ്രയിച്ചിടുക ആശ്വാസരൂപനെ, ആശിക്കും നന്മകൾ ദാനം ചെയ്യൂ, ആശ്രയിച്ചിടുക ആശ്വാസരൂപനെ, ആശിക്കും നന്മകൾ ദാനം ചെയ്യും, ഉന്നതനാകുന്ന ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള വഴി, അതാണ് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിൽ കൂടി അങ്ങ് ജീവിച്ചാൽ ഉന്നതമായ ഭാഗ്യം ഓരോ ആത്മാവിലും കരസ്ഥമാക്കാം. അത് ഭജനവും പൂജനയും ഒക്കെ ആയിട്ടൊരു മുറിയിൽ അടച്ചിരിക്കാനല്ല ആ വഴി. ആ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ കീർത്തനങ്ങളെല്ലാം പാടിക്കഴിഞ്ഞു എന്ന് ഒരാളുടെ മുമ്പിൽ വിലവേശാനല്ല. ആ 7 വാല്യം ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാം അതിൽ ഇത്ര കീർത്തനം എനിക്ക് കാണാപ്പാടം അറിയാം. അതൊന്നുമല്ല. അതൊക്കെ ആവശ്യമാണ്. ഇതെല്ലാം ഇതിന്റെ കൂടെ വേണ്ടതാണ്. പക്ഷേ നിഷ്കാമ കർമ്മം കൊണ്ടല്ലാതെ മർത്യന്റെ ദുഃഖമൊഴിയുന്നില്ല, ആർക്കും ദുഃഖമൊഴിയുന്നില്ല. നിഷ്കാമകർമ്മം കൊണ്ടല്ലാതെ മർത്യന്റെ ദുഃഖമൊഴിയുന്നില്ല, ആർക്കും ദുഃഖമൊഴിയുന്നില്ല. എങ്ങനെയുള്ളവർക്കാണ് ചെയ്യാൻ കഴിയുന്നത്? നിഷ്കളങ്കരായി ജീവിക്കും മർത്യർക്ക് നിഷ്കാമകർമ്മം ചെയ്യാം, എന്നാളും നിഷ്കാമകർമ്മം ചെയ്യാം. ഓരോ പദങ്ങളുടെയും തൂക്കം, ഓരോ കീർത്തനത്തിലും പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ തൂക്കം, അത് നിയമപ്രകാരം ജീവിച്ചതിനെ പാനം ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്നാളും നിഷ്കാമകർമ്മം ചെയ്യാം. ആ എന്നാളും എന്നുള്ളതിന് വളരെ വലിയ അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? മറ്റു കർമ്മങ്ങളൊക്കെ ആണെങ്കിൽ, കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞത് ഒരു നല്ല ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്നാ പലരുടെയും ചിന്ത. അങ്ങനെയാണ്. ജോലിക്ക് പോകുന്നവരെല്ലാം ലീവ് എടുക്കും. ഇന്നും പല ആളുകൾ ലീവ് എടുത്തുകൊണ്ടാണ് ഈ ആരാധനയ്ക്ക് വന്നത്. അപ്പൊ ആ ജോലി അവിടെ നടക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ വീട്ടു ജോലികൾ പലതും മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ഈ നിഷ്കാമ കർമ്മം അത് മാറ്റിവെക്കുന്നതല്ല, എന്നാളും നടക്കുന്നതാണ്, എപ്പോഴും നടക്കുന്നതാണ്. എന്തുകൊണ്ട്? ആത്മാവിൽ ഭവിച്ചിരിക്കുന്ന നിഷ്കളങ്ക പ്രകാശത്തെയാണ് നിഷ്കാമകർമ്മമായി മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞായാലും അറിയാതെയായാലും നിഷ്കാമകർമ്മം നടന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയുള്ളവർക്ക്? നിഷ്കളങ്കരായി ജീവിക്കും മക്കൾക്ക് നിഷ്കാമകർമ്മം ചെയ്യാം, എന്നാളും നിഷ്കാമകർമ്മം
നിഷ്കാമകർമ്മത്തിനുള്ള അധികാരം. നിഷ്കളങ്കരായി ജീവിക്കുന്ന ഭക്തർക്കാണ് നിഷ്കാമകർമ്മത്തിനുള്ള അധികാരം. ആ നിഷ്കാമകർമ്മം ചെയ്താൽ മാത്രമേ ദുഃഖം മാറുകയുള്ളൂ എന്നാണ് ആദ്യത്തെ വരി. നിഷ്കാമകർമ്മം ചെയ്താൽ മാത്രമേ ദുഃഖം മാറുകയുള്ളൂ എന്നാണ്. അപ്പൊ ദുഃഖം ഒഴിഞ്ഞ് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിഷ്കാമകർമ്മം ചെയ്യണം. നിഷ്കാമകർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിഷ്കളങ്കരായി തീരണം. നിഷ്കളങ്കരാകണമെങ്കിൽ എന്ത് വേണം? നിഷ്കളങ്ക ജ്ഞാനം ആത്മാവിന്റെ രൂപമായി പ്രത്യക്ഷീഭവിക്കണം. അങ്ങനെ പ്രത്യക്ഷീഭവിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവിന്റെ രൂപത്തെ നിഷ്കളങ്കമായി കാണണമെങ്കിൽ എന്ത് വേണം? തത്വചിന്ത ചെയ്യും ഉത്തമരിൽ അറ്റുപോകും പാപമാസകലം. പാപം ഇരുട്ടാണ്. ആ ഇരുട്ട് അറ്റുമാറിയാൽ പിന്നെ പ്രകാശമാണ്. തത്വചിന്ത ചെയ്തെങ്കിലേ നിഷ്കളങ്കരാകുകയുള്ളൂ. തത്വചിന്ത ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായ സൽക്കർമ്മത്തിന്റെ ഫലം ഉണ്ടാകണം. നിരന്തരമായ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? സത്യം അഥവാ അറിവ് ആത്മാവിൽ ഉള്ളടക്കമായി നിൽക്കണം. ആ സത്യത്തെയാണ് ദൈവം വന്ന് ലോകത്തെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മറ്റൊരിടത്ത് പറഞ്ഞത്, സത്യം പാലിക്കുന്ന ആത്മാക്കളിലെല്ലാം നിത്യം ജഗദീശൻ വാസം ചെയ്യും. സത്യം പാലിക്കുന്ന അടിസ്ഥാനപ്പെട്ട് നിൽക്കേണ്ടത് എന്താണ്? ഈ സത്യമാണ്. സത്യത്തെ സമാശ്രയിച്ച് ആ നിത്യജീവിതം ചെയ്യുമ്പോൾ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുന്നു, സൽഫലം ഉണ്ടാകുന്നു, തത്വചിന്ത ഉണ്ടാകുന്നു, നിഷ്കളങ്കമാകുന്നു, നിഷ്കാമകർമ്മം ചെയ്യുന്നു. അപ്പോൾ നിത്യശാന്തിയും നിത്യാനന്ദവും കാണുന്നു. ആ നിത്യാനന്ദ സ്വർഗസുഖത്തിൽ ആത്മാക്കളെ ചേർക്കുവാനാണ് ആ നിത്യാനന്ദ സമ്പൂർണനാകുന്ന ദൈവം അവതാരമായി വന്ന് ശുഭാനന്ദ നാമത്തിൽ വാഴുന്നത്. അവതാരമായി ഗുരു അവതാരമായി ഗുരു അതിന് ആദിയും അന്ത്യവും മധ്യവുമില്ല. ആ അവർണ്ണനീയമായ പരമാനന്ദത്തെ ആത്മലോകത്തിൽ ദാനം ചെയ്യുവാൻ ഏക വഴിയേ ഉള്ളൂ. അതാണ് ഈ സത്യമാർഗം. അതാണ് ശുഭാനന്ദ ആദർശം. അതാണ് ആത്മബോധോദയ സംഘം. ആ ആത്മബോധോദയ സംഘത്തെ ആത്മലോക രക്ഷയ്ക്കായി ലോകത്തിൽ സ്ഥാപിച്ച ഉടയവനാകുന്ന ഗുരുവിന്റെ ഉന്നതമായ വാഴ്ചയാണ് ഇന്നും നിങ്ങൾ കാണുന്നതെന്ന് പൂർണ്ണമായി സമ്മതിക്കുന്നവർ കൈ ഉയർത്തി കണ്ടാൽ. അങ്ങനെയെങ്കിൽ തിരിച്ചു വന്നതാരാണ്? ഉത്രാടത്തിൽ ഉദയമായി ഉന്നതനാം ദൈവം. ഉത്രാടത്തിൽ ഉദയമായി ഉന്നതനാം ദൈവം. ഉന്നതമാദർശത്തെ ഉദ്ധരിച്ചു ഉന്നതമാദർശത്തെ
വെമ്പുന്നതും ഇന്ന് വാഴുന്നതും ഇന്ന് വാഴുന്നതും ശുഭാനന്ദ ദിവ്യരൂപമാണെന്ന് അറിവുള്ള അനുഭവമുള്ള എൻ്റെ ഓമനമിത്രങ്ങളെ, ഭാരത ദിവ്യരൂപമാണെന്ന് അറിവുള്ള അനുഭവമുള്ള ഭഗവാൻ നമുക്ക് ഒന്നായി ചേർന്ന് നിന്ന് ഒന്നായി ചേർന്ന് ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിലാഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിലാഘോഷിക്കാം. ഓരോ ഹൃദയങ്ങളും അതിനുവേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓരോ ഹൃദയങ്ങളും അതിനുവേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുകയാണെന്ന് ഓരോ വാർഷികങ്ങളിലും ഓരോ വാർഷികങ്ങളിലും ഓരോ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന കർമ്മങ്ങളിലും ഓരോ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന നിങ്ങൾ ഓരോരുത്തരും ആർത്തിയോടെ പങ്കുചേരുമ്പോഴും നമ്മൾ ഓരോരുത്തരും ആർത്തിയോടെ അതിൽ ഭാഗവാക്കുകളായി പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ എല്ലാം ഉള്ളിലെ ആഗ്രഹം എൻ്റെ ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് തന്നെയാണ്. ആ കാരുണ്യത്താൽ ഉന്നതമായ ആനന്ദം എന്നിൽ ലഭിക്കണമേ എന്നാണ്. അങ്ങനെ ആനന്ദത്തിനു വേണ്ടി ഉള്ള കാരുണ്യം ഗുരുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഉദയമായി ലഭിക്കുവാൻ, കനിഞ്ഞ അനുഗ്രഹമായി ലഭിക്കുവാൻ ആർത്തിയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എന്റെ മനോമന സന്താനങ്ങൾ ഒത്തുചേർന്ന് ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ സർവജ്ഞാനോത്സവം ഒരുക്കപ്പെട്ടിരിക്കുന്നു, ആനന്ദോത്സവം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സൽഗുരുനാമത്തിൽ ആനന്ദിക്കാം. ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷം, സർവജ്ഞാനോത്സവം ഈ വരുന്ന 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഉന്നതമായ പുണ്യദിനങ്ങളിൽ ആനന്ദോത്സവമായി കൊണ്ടാടുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ബാഹ്യവും ആന്തരികവുമായി നടക്കേണ്ട ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുവിധമായ സംഗതികൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അഥവാ കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ സർവജ്ഞാനോത്സവം രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ നോട്ടീസ് അല്പം വൈകിയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ന് വന്നു കൂടിയിരിക്കുന്നവർക്കെല്ലാം അത് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതിന്റെ സവിശേഷമായ ആ രൂപപ്പെടുത്തലുകൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ പല കാര്യങ്ങളും അങ്ങനെ വിശദമായിട്ട് എഴുതിയിട്ടില്ല എങ്കിലും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പലർക്കും മനസ്സിലാവും ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് പലർക്കും മനസ്സിലാവും. അങ്ങനെ സവിശേഷമായ പല പരിപാടികളും അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്
നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ സർവ്വജ്ഞാനോത്സവം നടത്തപ്പെടുന്നത്. മുൻപ് ഞാൻ അറിയിച്ചതുപോലെ ശാഖകളിൽ നിന്ന് വന്നു ചേരുന്നവർ രണ്ടു വശത്തുമുള്ള വഴികളിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് പദയാത്രയായി വന്ന് സന്നിധാനത്തിൽ പ്രവേശിക്കുന്നത് വളരെ സന്തോഷമായിരിക്കും എന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ പ്രകാരം ഓരോ ദിക്കുകളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ പരസ്പരം ആലോചിച്ച് അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തി. ആ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ചെണ്ടമേളവും താലപ്പൊലിയും ഒന്നും അല്ല. സമയബന്ധിതമായി അവിടെ എത്തിച്ചേരാനും ഒത്തുചേർന്ന് അവിടെ നിന്ന് വരാനും എന്നാൽ വാഹനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ ഒരു സൈഡിൽ കൂടി വന്ന് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് വന്ന് ഇവിടെ പ്രവേശിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും 4 പേര് കൂടി നിൽക്കുമ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്ന ലോകമാണ്. എന്നാൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടന്നാൽ ആരും നോക്കുകയില്ല. 4 പേര് കൂടി നിന്നൊരു കാര്യം പറയുന്നത് എന്തോ അവിടെ എല്ലാം കൂടെ കാര്യം പറയുന്നത് അത് ഒരു ശ്രദ്ധയാണ്. എന്നാൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് ജീവൻ മരണ പോരാട്ടം നടത്തുന്നത് ശ്രദ്ധിക്കുകയില്ല. കാരണം എടുത്തുകൊണ്ട് പോയാൽ കേസിൽ പെട്ടു പോകുന്നതാണ് പലരുടെയും ചിന്ത. നിയമം അങ്ങനെയാണ് താനും. ലോകത്തിന്റെ അവസ്ഥ അങ്ങനെ ഇരിക്കേ ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് നടന്നു വരുമ്പോ ഏതായാലും 4 പേര് ശ്രദ്ധിക്കും. കീർത്തനങ്ങളൊക്കെ പാടി ഗുരുവിനെ സ്തുതിച്ച് ഇങ്ങനെ വരുമ്പോ 4 പേര് ശ്രദ്ധിക്കും. അത് എങ്ങോട്ട് പോവാ, ഏതിലെയാ, എന്തുവാന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഗുരുവിന്റെ നാമം 10 പേർ കൂടി അറിയാനൊരു അവസരം ഉണ്ടാകും. ഈ റോഡിൽ കൂടി എന്നും പോകുന്ന ഒരേ വിധത്തിലുള്ള ആളുകളല്ലല്ലോ. പലവിധ വാഹനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പോകും. അതുപോലെ സൈഡിൽ താമസിക്കുന്നവരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ അറിയാനുള്ള ഒരു അവസരമായി മാറും ഇത്. നമ്മൾ ഇതിനുള്ളിൽ നടത്തുന്ന കാര്യങ്ങളൊന്നും സത്യത്തിൽ പുറം ലോകം കൂടുതൽ അറിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ കുറച്ച് അറിയാനിടയാവും. നമ്മൾ ആനന്ദിക്കാനാണ് ഇതെല്ലാം ഒരുക്കുന്നത്. ഈ ആനന്ദത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അതാണ് ആദ്യം പറഞ്ഞത്, നിഷ്കാമ കർമ്മം ചെയ്തെങ്കിലേ ദുഃഖം മാറുകയുള്ളൂ. ഇപ്പോ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കഴിയുന്ന കാര്യം ഏതാണ്? ഈ നാമത്തെ ഉച്ചത്തിൽ ഉച്ചരിക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നും ഗുരു ഉണ്ടെന്നും പറഞ്ഞു കൊടുക്കുക. സാധാരണ മനുഷ്യർക്ക് അത്രേ പറ്റൂ. അറിവിൽ കൂടി വളർന്നുയർന്ന് നിഷ്കളങ്കമായി തീർന്നു കഴിഞ്ഞാൽ അവരെവിടെ ഇരുന്നാലും ആ പ്രകാശം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഉള്ളും പുറവും അങ്ങ് പ്രകാശമായി മാറുകയാണ്. ആ വിധത്തിലായിത്തീരുന്നവരാണ് പുണ്യവാന്മാരായി മാറുന്നത്. അങ്ങനെ ആയിത്തീരാനാണ് നിങ്ങളെ ഈ പരിശീലിപ്പിക്കുന്നത്. അപ്പോ ആ കാൽനടയായി വന്നു ചേർന്ന് ആ ദക്ഷിണയൊക്കെ അർപ്പിച്ച് പ്രദക്ഷിണമൊക്കെ ചെയ്ത് ജന്മനക്ഷത്ര സ്തുതിയിലേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയും കഴിഞ്ഞ് നമുക്ക് സെമിനാർ, സമ്മേളനം, അങ്ങനെ വിവിധ പരിപാടികളാണ്. അപ്പൊ അതിൽ കുറെ പേര് പോയി പങ്കെടുക്കണം. കുറച്ചു പേര് സ്തുതി നടത്തി ബാക്കിയുള്ളവർ അവിടെ പോയി പങ്കെടുക്കുകയും ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ വിളിക്കപ്പെട്ട ഒരുപാട് ആളുകൾ വരും. വിവിധ സ്കൂളുകളിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അവര് 50, 100 അങ്ങനെ ആ അളവിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവരെ മുൻനിരയിൽ ഇരുത്തി നമ്മൾ ഇതിലൊക്കെ പങ്കെടുപ്പിക്കണം. അപ്പൊ അതിനുള്ള സീറ്റൊക്കെ മുന്നിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് അവരെ മുൻപിൽ ഇരുത്തി അവർക്ക് കൊടുക്കേണ്ട പോലൊക്കെ കൊടുത്ത്, കാശും പുത്തനുമൊന്നും അല്ല, വല്ല കുടിക്കാനുള്ളതോ കഴിക്കാനുള്ളതോ ഒക്കെ കൊടുത്ത്, നമ്മുടെ ചെറിയ പുസ്തകങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അയക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണല്ലോ. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഞങ്ങൾ ഇങ്ങനെ ദൂരെ നിന്ന് വന്ന് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന് ആ സ്വാമി കുറെ പിള്ളേരെ കൊണ്ടുവന്ന് മുമ്പിൽ അങ്ങിരുത്തി എന്തൊരു വേലയായത് എന്ന് പറയരുത്. അതിനായത് മുന്നമേ ഇത് അറിയിക്കുന്നതിനാണ്. കാരണം നമ്മള് സ്കൂളുകളിൽ പോയി PTA കാണുന്നു, മാനേജ്മെന്റിനെ കാണുന്നു, അവരെ കാണുന്നു, ഇവരെ കാണുന്നു, അവരൊക്കെ കണ്ട് അനുമതി കിട്ടിയെങ്കിലേ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടറി സ്വാമിയും മനോജ് പരിമലയും ഒക്കെ ഇങ്ങനെ അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും സ്കൂളുകളിലും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു.
ചെയ്യുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തി അവരെ വിളിച്ചു കൊണ്ടുവരുമ്പോ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തി അവരെ വിളിച്ചുകൊണ്ടിരുമ്പോ ഇപ്പോ ഇവിടെ തന്നെ പല ആളുകൾ, നിങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പല ആളുകളും ഒരു കാണിക്കുന്ന വെപ്രാളം ഞാൻ കാണാറുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ ആളുകളെ കൊണ്ട് വരുമ്പോ ഒമ്പറ്റി ഇത് പുതിയ ആളാ ഒമ്പറ്റി ഇന്ന് ഞാൻ വന്നതേ ഉള്ളൂ, ആ ഒരു വെപ്രാളം. കാരണം എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരിലേക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു ശബ്ദം എത്തിക്കുക, അതാണ് ഉദ്ദേശം. അല്ല വേറെ ദുരുദ്ദേശമൊന്നുമല്ല. അല്ല ഇവിടെ ആർക്കും കമ്മീഷനൊന്നും കൊടുക്കാറില്ലല്ലോ. അപ്പം ആ ഒരു ഉദ്ദേശം എന്താണ്? പുതിയതായി വന്ന ഒരാളിനെ അതിൻ്റെതായ മര്യാദ കൊടുക്കണം എന്നുള്ള അറിവാണ് ആ വെപ്രാളം. അപ്പൊ വെളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നവർക്കും ആ മര്യാദ നമ്മൾ കൊടുക്കണ്ടേ? ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് ഒരു വലിയ മര്യാദയാണ്. അത് നമ്മൾ കാണിച്ചിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് മുന്നമേ ഇത് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ നമ്മളത് അതിന് ക്രമീകരിച്ച് അവരെ അവിടെ കൊണ്ടിരുത്തി സമ്മേളനത്തിലൊക്കെ പങ്കെടുപ്പിച്ച് നമ്മുടെ ഗുരുവിന്റെ മഹത്വത്തെ അവരിലേക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്ക് പോകേണ്ട സമയത്ത് അവരെ തിരിച്ചയക്കുകയും വേണം. അവര് കാരണം സ്കൂൾ സമയം കഴിഞ്ഞാൽ അവരെ വീട്ടിൽ അന്വേഷിക്കും. അപ്പൊ അതിനു മുമ്പ് ഇവരെല്ലാം തിരിച്ചു വിടുകയും വേണം. അപ്പൊ ആ വിധത്തിലാണ് ഇതിന്റെയൊക്കെ ഒരു ക്രമീകരണം വരുന്നത്. അതുപോലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ചില സഹായ പദ്ധതികളൊക്കെ ഉണ്ട്. ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, അങ്ങനെ പല കാര്യങ്ങളും അതിനിടയിൽ നടത്തുന്നുണ്ട്. എല്ലാം ഗുരുവിന്റെ നാമത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന് അർപ്പിച്ച് നേർച്ച തന്നെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം അവകാശവും അഭിമാനവും എല്ലാം നിങ്ങൾക്ക് തന്നെ സ്വന്തമാണ്. എനിക്ക് ഈ ധനം ഉപയോഗിച്ച് നടത്തുന്ന കർമ്മങ്ങളോ കൊണ്ടുള്ള അഭിമാനമല്ല വേണ്ടത്. എന്റെ സന്താനങ്ങൾ സത്യമായി ലോകത്ത് ജീവിക്കുന്നുവെന്ന് കേൾക്കുന്നതാണ് എന്റെ അഭിമാനം. നിങ്ങൾ എന്റെ സ്വത്താണ്, നിങ്ങളിൽ ഞാൻ വാഴുന്നുണ്ട്. നിങ്ങൾ എന്റെ നിങ്ങൾ എന്റെ സ്വത്താണ്, നിങ്ങളിൽ ഞാൻ വാഴുന്നുണ്ട്. അന്ധകാരം തീർത്തു നിന്നെ സ്വന്തമാക്കി തീർത്തതല്ലേ. അന്ധകാരം തീർത്തു നിന്നെ സ്വന്തമാക്കി തീർത്തതല്ലേ. നിങ്ങൾ എന്റെ സ്വത്താണ്, നിങ്ങളിൽ ഞാൻ വാഴുന്നുണ്ട്. അന്ധകാരം തീർത്തു നിന്നെ സ്വന്തമാക്കി തീർത്തതല്ലേ. ബന്ധുവേദ
നടത്തുമ്പോൾ അതിൻ്റെ അഭിമാനമൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതിന്റെ അഭിമാനമൊക്കെ നമുക്ക് തന്നെയാണ്. നിങ്ങൾ സത്യസന്ധമായി ജീവിക്കുന്നതാണ് എനിക്ക് അഭിമാനം. നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നതാണ് ഭഗവാൻ. എൻ്റെ ശിഷ്യസന്താനങ്ങളൊന്നും സത്യവിരുദ്ധമായി പോവുകയില്ല എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയണമെങ്കിൽ നിങ്ങൾ സത്യം പാലിച്ച് ജീവിക്കണം കൃത്യമായി. നിങ്ങൾ സത്യം പാലിക്കുന്നവരല്ലെന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സത്യജീവിതം നിങ്ങൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം നമുക്ക് ബഹുമാനമുള്ളവര്, സ്നേഹമുള്ളവര്, ഒരിക്കലും പിരിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുള്ളവര്, ഒഴിവാക്കാൻ പറ്റാത്ത ചില പോരായ്മകൾ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകള്. കാരണം മുൻകാല ജീവിതത്തിൽ പോരായ്മകൾ വന്നത് കണ്ടിട്ടുള്ള ഒരാള് പലപ്പോഴും ആ ആളിന് ഭയമായിരിക്കും. ആ ആളിനെ വെച്ച് ചൂഷണം ചെയ്യുന്ന ചില രീതിയുണ്ട്. അങ്ങനെയുള്ളവര് വന്നാലും ചില ഭയമുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവര് ആ വിധത്തിലുള്ള ആളുകളുടെയൊക്കെ മുന്നിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുവാനുള്ള പ്രാപ്തി നിങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള ഭയം ശിഷ്യ പരമ്പരകളിൽ ഏശാൻ പാടില്ല. അങ്ങനെ ഭയമില്ലാതെ ജീവിച്ച് മുന്നേറിയ ഒരാളായിരുന്നു നമ്മുടെ സത്യവ്രത സ്വാമി. ആരോടും ഒന്നിനോടും ഒരു ഭയവും ഇല്ലായിരുന്നു. ഇത്രയും രോഗാവസ്ഥയിൽ കഴിയുമ്പോഴും ചില സാധനങ്ങൾ കഴിച്ചുകൂടാ എന്ന് ഡോക്ടർമാർ പറയും. സ്വാമിക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ സ്വാമി കഴിക്കും. പക്ഷെ അതുകൊണ്ട് വലിയ പോരായ്മകളൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഭയമില്ലാതെ അതിനെ നേരിടുന്ന ആ ശേഷിയാണ് ആത്മാവിൽ ഉണ്ടാകേണ്ടത്. ചില ആളുകൾ വിചാരിക്കുക കപ്പയൊന്നും കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ ഭയക്കണ്ടല്ലോ കഴിച്ചേക്കാം. അങ്ങനെ കഴിക്കരുത് കേട്ടോ. അറിവ് എപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കണം. അതിൻ്റെതായ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ധീരതയൊക്കെ വരുന്നത്. അല്ലാതെ അരയന്നം പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന കണ്ടുകൊണ്ട് കാക്ക പോകുന്ന പോലെ പോയിക്കളയരുത്. അത് കേട്ടിട്ടുണ്ടോ? കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ എന്ന് കേട്ടിട്ടുണ്ടോ? അരയന്നങ്ങൾ സ്വർഗത്തിലേക്ക് പറക്കുന്നവരാണ്. അത് കണ്ടിട്ട് കാക്ക വിചാരിക്കുക എനിക്കും അതിൻ്റെ കൂടെ പോകാം എന്ന് വിചാരിച്ച് പോയാൽ കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോൾ തളർന്ന് താഴെ വീഴും. അതുപോലെ ത്യാഗികളായ സന്യാസിമാർ ചെയ്യുന്ന രീതികൾ കണ്ടിട്ട് നിങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങിയാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ആരും ആവശ്യമില്ലാത്തൊന്നും വാരി കഴിച്ച് രോഗികളാവരുത്. അറിവിൽ കൂടി ജീവിക്കുവാനാണ് നിർദ്ദേശിക്കുന്നത്. അറിവ് ഉള്ളവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യണം. അറിവുകേട് ഒരു വിധത്തിലും അകത്തോട്ട് കടക്കുകയും ചെയ്യരുത്. കാരണം ആദ്യം ഞാൻ ആരാധന തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. വീടുകളിൽ കുഴപ്പമുണ്ട്, ജ്യോത്സ്യന്മാരെ പോയി കാണുന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അറിവുകേടിലൊന്നും ആരും പോകരുത്. മുമ്പേ ഞാൻ ആത്മാവിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. വിവിധ വിധത്തിലുള്ള ഹോമങ്ങളൊക്കെ ചെയ്ത് തോറ്റിട്ടാണ് പലരും ഇവിടെ വരുന്നത്. വീടും പറമ്പും വരെ എഴുതി വിറ്റാണ് ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പൂജ ചെയ്യുന്നത്. എന്നിട്ട് നിവൃത്തിയില്ലാതാണ് ശുഭാനന്ദാശ്രമത്തിലോട്ട് വരുന്നത്. ആ ശുഭാനന്ദാശ്രമത്തിൽ വന്നു നിന്നിട്ട് പിന്നെ വീണ്ടും ഹോമത്തിന് പോയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ആശ്വാസം അനുഭവിക്കുവാനുള്ള പ്രാപ്തി ആത്മാവിൽ ഉണ്ടാകണം. അതിന്റെ പ്രാപ്തി എന്ന് പറയുന്ന അടിയുറച്ച അറിവാണ്. ആ അടിയുറച്ച അറിവിൽ തന്നെ അനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതെ അകതാരിൽ കാണാം. അതുകൊണ്ട് അരിമസന്താനങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഒരു അറിവുകേടിലേക്കും പോകരുത്. അറിവിൽ കൂടി നിങ്ങൾ നിരന്തരം ജീവിതം ചെയ്യുക. യാതൊരു വിധത്തിലും ലോകരംഗത്തെ ഈ ആദർശത്തെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾ ഭയക്കരുത്. ഇനി നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. ലോകപിതാ വെട്ടി തുറന്നു വെച്ചിട്ടാണ് ഞാൻ എന്റെ ആദർശത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതി പറഞ്ഞിനി നിങ്ങളെ ആരും അകറ്റുകയില്ല. ആ റോഡിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കുകയില്ല. ഉന്നത സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അധികാരങ്ങൾ നിഷേധിക്കുകയില്ല. ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പോയി വിദ്യ അഭ്യസിക്കാനുള്ള ആ സാഹചര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. ഭാഷയും പഠിക്കുവാനും സംസാരിക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഔചിത്യമുള്ള, മാന്യതയുള്ള, ബഹുമാന്യതകളുള്ള ആ ഭാഷണം ചെയ്യുവാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെയെല്ലാം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വാഴ്ത്തി സ്തുതിക്കണം. എന്റെ ഗുരുവേ, എന്റെ ആത്മദീപമേ, എന്താണ് കാരണം? ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം അനുവദിച്ചു തന്നത് ഗുരുവിന്റെ കാരുണ്യത്താലാണ്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? പണ്ട് നമുക്ക് ഉപ്പെന്ന് പറയാൻ പറ്റുകയില്ല, ദൈവമേ എന്ന് വിളിക്കാൻ അനുവാദമില്ല. അന്ന് ഉപ്പിന് പറയുന്നത് പുളിക്കണ സാധനമെന്നാണ്, ദൈവത്തിന് പറയുന്നത് തെയ്യമെന്നായിരുന്നു. അക്ഷരം അറിയാത്തത് കൊണ്ട് പറയാത്തതല്ല, അങ്ങനെ പറയാൻ അനുവാദമില്ലായിരുന്നു. ഒരു കടയിൽ ചെന്ന് ഉപ്പ് വേണമെന്ന് പറഞ്ഞതിന് ഒരു കുട്ടിയെ ആ കടയിൽ കെട്ടിയിട്ടടിച്ച് കൊന്ന സാഹചര്യം വരെ അന്നുണ്ടായിട്ടുണ്ട്. നിനക്ക് ആ ഭാഷ പറയാൻ അനുവാദമില്ല എന്നാണ് കടക്കാരന്റെ ഭാഷ്യം. അങ്ങനെ അനേകം സാഹചര്യങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഈ അനുവാദവും അനുഗ്രഹവും തന്നിരിക്കുന്നത്. ആ അനുവാദവും ആ അനുഗ്രഹവും നമുക്ക് തന്ന് നമ്മളെ നല്ല ഉന്നതന്മാരായി ലോകത്തിൽ നിലനിർത്തുമ്പോൾ നമ്മുടെ നാവിൽ കൂടി ഒരിക്കലും അനാവശ്യമായ ഒരു പദം വരാൻ പാടില്ല. ദൈവഹൃദയം വേദനിക്കുന്ന കാര്യമാണത്. നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കണം. പലർക്കും ദേഷ്യം വരുമ്പോൾ ഈ അനാവശ്യമായ പദങ്ങൾ പ്രയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആടുമാടുകളുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളിലോ ഒക്കെ പേര് വിളിക്കുക, അല്ലെങ്കിൽ സസ്യാദികളുടെയൊക്കെ പേര് വിളിക്കുക. അതുപോലെ പല സാധനങ്ങളുടെ പേരിട്ടാ വിളിക്കുന്നത്. വേറൊന്നും അല്ലെങ്കിലും അത് വിളിച്ചുപയോഗിക്കുന്ന ആ രീതിയിലായതുകൊണ്ട് അതിന് അസഭ്യം എന്നാണ് പേര്. എന്റെ പൂർവാശ്രമ സമയത്ത് ചെറുപ്പകാലങ്ങളിൽ പലരും ഇങ്ങനെ ഒക്കെ കാര്യങ്ങൾ വിളിക്കുമ്പോൾ അറിവില്ലാത്തവർ ലോകത്തുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഞാൻ പറയും അത് നല്ല സാധനത്തിന്റെ പേരാണല്ലോ, പിന്നെന്തോ ഇത്ര വലിയ അസഭ്യം. പലതും പറയുമ്പോ അങ്ങനെ പറയും. പല കാര്യങ്ങളും ഞാൻ വിഗ്രഹിച്ചവരോട് പറഞ്ഞു കൊടുക്കും, ഇതാണ് ഇതിന്റെ അർത്ഥം, അതിനെന്താ തെറ്റുള്ളത്. ഈ വിളിച്ച ആൾ ലഭ്യനായി പോവുകയുള്ളൂ, എനിക്ക് യാതൊരു ദോഷവും വരികയില്ല. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ പാല് കൊടുക്കാൻ വേണ്ടി മിൽമായി പോയി. അവിടെ ചെന്നപ്പോ ഒരാൾ എന്നെ അങ്ങ് തന്തയ്ക്ക് വിളിക്കുക, അങ്ങ് കയറി മാറി അങ്ങ് വിളിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ സൊസൈറ്റിയുടെ സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇതാരെയാ ഈ ആളിങ്ങനെ വിളിക്കുക? അപ്പം ഞാനിങ്ങനെ അനങ്ങാതിരിക്കുക, അവിടെ ഒന്നും അനങ്ങുന്നില്ല, എൻ്റെ മുഖത്തൊരു ശോഭം പോലും ഇല്ല. അപ്പോൾ ഈ സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇത് ആരെയാ ഈ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആ ഇല്ലാത്തത്, അതായത് പിതാവില്ലാത്ത ഒറ്റയാളേ ഉള്ളൂ ഈ ലോകത്തിൽ. ആരാ അത്? പിതാവില്ലാത്ത ഒരാൾ ആരാ ഉള്ളത്? ദൈവം മാത്രമേ ഉള്ളൂ.
ആ ആളിനെ സ്തുതിക്കുക അദ്ദേഹം. അത് ആരെയാ വിളിക്കുന്നത്? ദൈവത്തെ വിളിക്കുമല്ലയോ? അത് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ സെക്രട്ടറി തിരിച്ചോണ്ടം കയറിപ്പോയി. ഇത് ഉണ്ടായ സംഭവമാണ്, അനുഭവമായി പറയുന്നത്. കാരണം ഇത് അറിവില്ലാത്തവരിങ്ങനെ പല സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണ വന്നതാണ്. രാവിലെ പാലളന്ന സമയത്ത് അദ്ദേഹത്തെ എന്തോ നാറുന്നെന്നോ മറ്റോ ആരോ പറഞ്ഞെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അത് വൈകുന്നേരം വന്നപ്പോൾ ആ പക തീർത്തതാ. ഇങ്ങനെ അസഭ്യം പറഞ്ഞങ്ങ് തീർത്ത്. എനിക്കെന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ മനസ്സാവായ കർമ്മണ ഇരിക്കുക. അപ്പോൾ ഇറങ്ങി വന്ന് സെക്രട്ടറി ചോദിക്കുന്നത് ആരോ ഈ പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉടനെ ചാടി വീഴുമല്ലോ. എന്നെ അങ്ങനെ വിളിച്ചില്ലയോ, ഇങ്ങനെ വിളിച്ചില്ലയോ, ഒന്നും അനങ്ങുന്നില്ല. ആരെയാന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ആ അവസ്ഥയിലായിപ്പോയി. ഇതാ നമ്മൾ പരിശീലിക്കേണ്ടത്. നമ്മളിത് ഇങ്ങനൊരു വാക്ക് കേട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രക്ഷോഭം എടുക്കേണ്ട കാര്യമുണ്ടോ? തിരിച്ചതിന് മറുപടി അങ്ങനെ തന്നെ പറയേണ്ടതുണ്ടോ? നമ്മുടെ നാവിൽ കൂടി അത് വരാൻ പാടില്ല. നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സരസ്വതിയായി വിളങ്ങണമെന്നാണ്. നമ്മുടെ നാവ് ഗുരു തത്വങ്ങളെ വർണ്ണിക്കുവാനുള്ള നാവാണ്. അതിന് മാത്രമേ നമ്മുടെ നാവ് ഉപയോഗിക്കാവൂ. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്നത് എന്തിനാണ്? ഭഗവാനെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. ആ വർണ്ണനങ്ങളാണ് നമ്മുടെ നാവുകളിൽ കൂടി സംഭവിക്കേണ്ടത്. അത് ലോകത്തിലേക്ക് പ്രകാശിച്ച് മറ്റുള്ളവരിലേക്ക് പ്രകാശം എത്തിക്കാനാണ് നാവ് ഉപയോഗിക്കേണ്ടത്. അതിന് പകരം ഈ അസഭ്യം പറയരുത്. അത് വളരെ കർശനമായി ഞാനിതാ നിരോധിക്കുകയാണ്. ഒരു വിധത്തിലും നമ്മുടെ സന്താനങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു ദിശയിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഇവിടെ വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞേക്കാൻ മേലാൽ പാടില്ല. ആ വിധത്തിൽ സത്തുക്കളായി നിന്ന് ഉത്തമ ജീവിതം ചെയ്യുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ സർവജ്ഞാനോത്സവത്തിന്റെ വേളകൾ സമ്പൂർണമായ ആനന്ദത്തോടുകൂടി നടത്തപ്പെടുവാൻ ഓരോ ദിവസവും ഈ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. 8ാം ഉത്സവത്തിന്റെ ദിവസം നമ്മുടെ ചെന്നിത്തലയിലാണ് രാവിലത്തെ സമ്മേളനം നടക്കുന്നത്. കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അവിടെ വെച്ചൊരു സമ്മേളനം നടത്തി. അപ്പോൾ അവിടെ കൂടുന്നവർക്ക് ഒരു സദ്യ. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഒരു സമ്മേളനം. പിറ്റേ ദിവസം 9ാം തീയതി 9ാം ഉത്സവ ദിവസം കരുനാഗപ്പള്ളി പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വന്ന നമ്മുടെ രഥത്തെ നമ്മൾ ഈ സന്നിധാനത്തിലേക്ക് ആനയിക്കുന്ന ആ രഥവാഹന ഘോഷയാത്ര നടക്കുകയാണ്. ഉന്നതമായ വിധത്തിൽ അവിടെ എല്ലാം ഒരുക്കിയെല്ലാം നടത്തുവാൻ ഇതാ തീരുമാനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ചെറിയൊരു അത്ഭുതം നടന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വഴിക്കൊക്കെ ഇങ്ങനെ എപ്പോഴും സഞ്ചരിക്കുന്നതാണല്ലോ. അപ്പൊ ഇങ്ങനെ പോകുമ്പോ അവിടെ ആൽത്തറയിൽ ഇരുന്ന് ഒരാൾ ഇങ്ങനെ പുല്ല് പറിക്കുന്നു. അപ്പൊ അവിടെ ഇറങ്ങി ആ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു, എന്തുവാ ഇവിടെ ആരെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പരിപാടി നടത്താനാണോ, എന്തുവാ കാര്യം എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ആ കടയിലെങ്ങാണ്ട് ജോലി ചെയ്യുന്ന ബീഹാറികളാണ്. അവർക്ക് പെട്ടെന്ന് തോന്നി അവിടെ നിന്ന് വൃത്തിയാക്കണം. അവരിറങ്ങി പുല്ല് പറിക്കുകയാണ്. ഇന്നലെ നടന്ന കാര്യമാണ്. അപ്പൊ ഇന്നലെ ഈ സന്നിധാനത്തിൽ എന്താണ് നടന്നത്? നമ്മുടെ ശാഖാശ്രമങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും അനേകം സന്താനങ്ങൾ വന്ന് ഈ സന്നിധാനത്തിന്റെ പരിസരമെല്ലാം വൃത്തിയാക്കുകയായിരുന്നു. അതേ സമയത്ത് അവിടെ ഈ ആദർശത്തെ കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ആളുകൾ അവർക്ക് സ്വന്തമായി മനസ്സിൽ തോന്നി അവിടെ പോയിരുന്ന പുല്ലുകളെല്ലാം പറിച്ച് വൃത്തിയാക്കുകയാണ്. ആരാണിതെല്ലാം ഒരുക്കുന്നത്, ആരാണിതെല്ലാം നടത്തുന്നത് എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഓരോരുത്തരും വന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പലവിധ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. കാരണം വണ്ടിക്കൂലി വേണം, സമയം വേണം, ആ ജോലിക്ക് പോകുന്നവർക്ക് ലീവ് എടുക്കണം, ഇങ്ങനൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങളിൽ കൂടി ഇത് നടത്താൻ ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ നിയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൽ ഒന്നും പെടാത്തവരെ
കൂടി നടത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കണ്ടത്. ഇതിൽ ഒന്നും പെടാത്തവരെ കൊണ്ട് നടത്തിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം സർവ്വതും ദൈവസന്താനങ്ങളാണ്. കാരണം സർവ്വതും ദൈവസന്താനങ്ങളാണ്. അങ്ങനെ സർവ്വജ്ഞാനോത്സവത്തിന്റെ ഒരുക്കം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സർവ്വജ്ഞാനോത്സവത്തിന്റെ ഒരുക്കം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വന്ന് എന്നോട് അറിയിച്ച ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, ഇതിനെ ഇവിടെ പാദത്തിൽ അറിയിച്ച കുഞ്ഞിനോട് പോകാൻ കൽപ്പിച്ചു. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ഒരു ഒരുക്കമല്ലേ ഇത്? കണ്ടുകൊണ്ട് കണ്ട ഒരു ഒരുക്കമല്ലേ ഇത്? ഇതുപോലെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഈ പ്രകൃതിയിൽ നടത്തിയിട്ടാണ് ഞാൻ ഈ ഉത്സവം ആഘോഷിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഈ പ്രകൃതിയിൽ നടത്തിയിട്ടാണ്. ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയാകുന്ന ഗുരുവിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിനാകുന്ന വികാസത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന് ആദ്യം ഒരുങ്ങുന്നത് ഈ പ്രകൃതിയാണ്. അതിന് ആദ്യം ഒരുങ്ങുന്നത് ഈ പ്രകൃതിയാണ്. എന്റെ ദേവീദേവന്മാരും ദേവീദേവന്മാർ ഭൂതപരമ്പരകളും എല്ലാവരും ഇതിനു വേണ്ടി ഒരുക്കപ്പെടുകയാണ്. എല്ലാവരും വേണ്ടി ഒരുക്കം. ആ ഒരുക്കങ്ങൾ ഏകോപിക്കുമ്പോഴാണ് നിങ്ങളിൽ ആനന്ദമായി ആ ഭവിക്കുന്നത്. ഒരുക്കങ്ങൾ ഏകോപിക്കുമ്പോഴാണ് നമ്മളിൽ ആനന്ദമായി ഭവിക്കുന്നത്. ആ വിധത്തിൽ ആ വിധത്തിൽ ഉന്നതനാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുവാനും ഇതിനാകുന്ന ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കുക. ആ വിധത്തിലുള്ള കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആനന്ദിക്കുവാനും ആ വിധമുള്ള കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് നമുക്ക് ആനന്ദിക്കാം. ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി ദാനം ചെയ്യാം. അങ്ങനെ രഥവാഹന ഘോഷയാത്ര നടത്തി അങ്ങനെ ഗതാഗത ഘോഷയാത്ര നടത്തി ആ ഉച്ചയോടുകൂടി മാവേലിക്കരയിൽ വന്ന് ഉച്ചയോടുകൂടി മാവേലിക്കരയിൽ വന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച്, അവിടുന്ന് ഭക്ഷണം കഴിച്ച് അപ്പൊ അതിന് വേണ്ടുന്ന ഭക്ഷണമെല്ലാം ഇവിടെ നിന്ന് തയ്യാറാക്കി അവിടെ കൊണ്ടുവരും. വേണ്ടുന്ന ഭക്ഷണമെല്ലാം ഇവിടെ നിന്ന് തയ്യാറാക്കി അവിടെ അപ്പൊ കൊണ്ടുവരും. നിങ്ങൾ അത് ആവശ്യത്തിന് കഴിച്ച് അവിടെ നിന്ന് ആവശ്യത്തിന് കഴിച്ച് അവിടെ എല്ലാം നല്ല വൃത്തിയായി തന്നെ സൂക്ഷിച്ച്, അവിടെ എല്ലാം വൃത്തിയായി തന്നെ സൂക്ഷിച്ച് എവിടെ പോയാലും നമ്മുടെ മര്യാദകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. എവിടെ പോയാലും നമ്മുടെ മര്യാദ ആ ആശ്രമക്കാർ വന്ന് അതെല്ലാം കോലാഹലമാക്കി പോയി എന്ന് പറയാൻ ഇടയാക്കരുത്. ആശ്രമക്കാർ വന്നെല്ലാം കോലാഹലമാക്കി പോയെന്ന് പറയാൻ ഇടയാക്കരുത്. വളരെ വളരെ ശുചിത്വബോധമുള്ളവരാണ് ഇവരെന്ന് ആരും സമ്മതിക്കത്തക്ക നിലയിലായിരിക്കണം എല്ലാം ചെയ്യുന്നത്. വളരെ ശുചിത്വബോധമുള്ളവരാണ് ഇവരെന്ന് ആരും സമ്മതിക്കത്തക്കതായിരിക്കണം എല്ലാം ചെയ്യണം. അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച് അത് കഴിയുമ്പോൾ സമ്മേളനമാണ്. അത് കഴിയുമ്പോൾ സമ്മേളനം ആ സമ്മേളനവും കഴിഞ്ഞ് സമ്മേളനവും നമ്മുടെ കഴിഞ്ഞ് പ്രകാശയാത്ര ആരംഭിക്കുകയാണ്. കാശയാത്ര ആരംഭിക്കുക. ആരാണ് പ്രകാശയാത്ര നടത്തുന്നത്? ഈ പ്രകാശം എന്ന് പറയുന്നത് ആരുടെ പേരാണ്? പ്രകാശം എന്ന് പറയുന്നത് ആരുടെ വകയാണ്? ആ ജ്ഞാനസമ്പൂർണ്ണ രൂപനാകുന്ന നിഷ്കളങ്ക സ്വരൂപന്റെ പേരാണ്. ഞാൻ സമ്പൂർണ്ണനാകുന്ന നിഷ്കളങ്ക സ്വരൂപന്റെ പേരാണ്. ആ നിഷ്കളങ്ക സ്വരൂപനെയാണ് നിങ്ങൾ എഴുന്നള്ളിക്കുന്നത്. നിഷ്കളങ്ക സ്വരൂപനെയാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ ആ എഴുന്നള്ളത്താണ് പ്രകാശയാത്രയിൽ കൂടി സംഭവിക്കുന്നത്. എഴുന്നള്ളത്താണ് പ്രകാശയാത്ര. അങ്ങനെ പ്രകാശയാത്ര നടത്തി സന്നിധാനത്തിൽ എത്തിച്ചേരുമ്പോൾ അങ്ങനെ പ്രകാശയാത്ര നടത്തി സന്നിധാനത്തിൽ എത്തിച്ചേരും. നിങ്ങളെ ദർശിക്കുവാൻ ഞാനിവിടെ ഈ തിരുമുമ്പിൽ തന്നെ ഉണ്ടാകും. നമ്മളെ ദർശിക്കുവാൻ ഭഗവാൻ എഴുന്നള്ളി തിരുമുമ്പിൽ തന്നെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ആനന്ദമായി ഭവിക്കട്ടെ. നമുക്ക് ആനന്ദമായി ഭവിക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്നാണ് നമ്മുടെ 100ാമത് ജന്മനക്ഷത്ര ദിവസം. അതാണ് 100ാമത് നക്ഷത്ര ദിവസം. അന്ന് ചെന്നിത്തലയിൽ നിന്നും അന്ന് ചെന്നിത്തലയിൽ ജന്മനക്ഷത്ര ഘോഷയാത്രയും ജന്മനക്ഷത്ര ഘോഷയാത്രയും അത് കഴിഞ്ഞ് ആരാധനയും അത് കഴിഞ്ഞ് ആരാധന അത് കഴിഞ്ഞ് സമ്മേളനവും അത് കഴിഞ്ഞ് സമ്മേളനം അത് കഴിഞ്ഞ് സേവയും അത് കഴിഞ്ഞ് സേവയും അത് കഴിഞ്ഞ് മേജർ സെറ്റ് കഥകളിയും ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് മേധസ്സറ്റ് കഥകളിയും ഉണ്ടായി. എല്ലാം ഉന്നതമായ വിധത്തിൽ നടത്തപ്പെടുവാൻ എല്ലാം ഉന്നതമായ വിധത്തിൽ നടത്തപ്പെടുവാൻ സർവശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ. ശക്തിയുടെ കാരുണ്യം അനുഗ്രഹവും ഉണ്ടാകും. അതിന് പ്രകൃതിയിൽ കൂടി വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. കൂടി വേണ്ടതെല്ലാം നമുക്ക് ഈശ്വരൻ ദാനം ചെയ്യും. ഇതെല്ലാം ഇവിടെ ഒരുക്കപ്പെടുമ്പോഴും എല്ലാം ഇങ്ങനെ ഒരുക്കം പലവിധ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമ്പോഴും പലവിധ കാര്യങ്ങളിൽ വേണ്ടി ഇടപെടുമ്പോൾ എന്റെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്റെ സന്താനങ്ങളുടെ വരവിനെ കുറിച്ച് ഓർത്താണ്. തിരുവനന്തപുരത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഭഗവത് സന്താനങ്ങളുടെ വരവിനെ കുറിച്ചാണ്. കാരണം വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട ഒരവസ്ഥ ഒരു കുഞ്ഞിന് പോലും ഉണ്ടാവരുത്. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ ഒരു കുഞ്ഞിന് പോലും ഉണ്ടാകരുത്. സർവ്വതും പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സർവാത്മാക്കളും ഒത്തുചേർന്ന് ഉന്നതമാം വിധത്തിൽ ഈ സർവ്വജ്ഞാനോത്സവം നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ തലത്തിൽ ഈ സർവ്വജ്ഞാനോത്സവം നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉന്നതമായ പരിപാടികൾ ഉന്നതമായ പരിപാടികൾ രേഖപ്പെടുത്തി
സ്വാമി കൊണ്ടു നിൽക്കുന്നത്. രേഖപ്പെടുത്തിയിരിക്കുന്ന നോട്ടീസാണ് ഗീതാനന്ദസ്വാമി കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഈ സമയം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ഈ സമയം പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായി ഔദ്യോഗിക പദവിയിലിരുന്ന, നമ്മുടെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായ ഔദ്യോഗിക പദവിയിലിരുന്ന കോട്ടയം സ്വദേശിയായ അനിതയെ കോട്ടയം സ്വദേശിയായ അനിതയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വേദിയിലേക്ക് പോകാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ മഹാഗോപുരത്തിന്റെ ഉന്നതമായ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവത്തിന്റെ ഈ സത്യാദർശത്തിലേക്ക് ഇന്നേ ദിവസവും വന്ന് സത്യം സ്വീകരിച്ച് ഇരിക്കുന്ന എന്റെ അരിമ കുഞ്ഞുങ്ങൾക്ക് ഈ ആദർശത്തിൽ കൂടി ജീവിച്ച് ആനന്ദം അനുഭവിക്കുവാൻ ജഗദീശ്വരൻ അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാത്മാക്കളും അർപ്പിച്ച നേർച്ചകൾ ഇതാ ഈ സമയം സ്വീകരിച്ചിരിക്കുകയാണ്. കടന്നു നിൽക്കുന്ന സത്യവ്രത സ്വാമിയെ നിത്യാനന്ദത്തിൽ ലയിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയായ നമ്മുടെ ലീലാഭായിയെയും ആ നിത്യാനന്ദത്തിലേക്ക് ചേർത്തിരിക്കുന്നു. അതുപോലെ പോത്തുംകണ്ടത്ത് നിന്ന് വീണ്ടും ഒരു ആത്മാവിനെ കൊണ്ടുവന്ന് അർപ്പിച്ചു. അതും ഇതാ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഇതാ ദർശിക്കുന്നു. എല്ലാവർക്കും ഈ അനുഗ്രഹം മരണം വരെയും നിലനിൽക്കുമാറാകട്ടെ. മാറ്റമില്ലാത്ത സദ്ഗുരുവിന്റെ വാഴ്ച എന്നും കാണുവാനും എന്നും ആനന്ദത്തിൽ ജീവിക്കുവാനും ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേൽക്കാം. ഇപ്പോൾ നമ്മുടെ നോട്ടീസിന്റെ പ്രകാശനമാണ്.